back from the dead. So hello friends, welcome back. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കോംപ്ലക്സ് ഏലിയൻഹെങ്കിലാണ്. നമ്മളൊരു വർക്കൗട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്ക് ആൻഡ് ബൈസെപ്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു മാസ് ഗെയിനിങ് പ്രോഗ്രാം ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് എന്തെങ്കിലും കാണാം. ആഴ്ചയിൽ 5 days ആയിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. 5 days ഒരു ദിവസം നമ്മൾ ബാക്ക് ആൻഡ് ബൈസെപ്സ് ട്രെയിൻ ചെയ്യും, ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ് ട്രെയിൻ ചെയ്യും, അതുപോലെ നമ്മുടെ ലെഗ്സ് ഒരു ദിവസം ട്രെയിൻ ചെയ്യും. പിന്നെ ബാക്കിയുള്ള 2 ദിവസങ്ങളിൽ ഒരു ദിവസം അപ്പർ ബോഡി, അതുപോലെ തന്നെ ഒരു ദിവസം ലോവർ ബോഡി, അങ്ങനെയായിരിക്കും ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഏലിയൻഹെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന, അതായത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന, അനിയൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വർക്കൗട്ട് വീഡിയോ ആണിത്. സോ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് നമ്മുടെ വർക്കൗട്ടിലേക്ക് പോകും. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ആസ് ഓൾവേസ് നമ്മൾ വാമപ്പിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വാമപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ബോഡി ജോയിൻസ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബോഡി ജോയിൻസും നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഓരോ ഏരിയയിലേക്കും ബ്ലഡ് സർക്കുലേഷൻ മാക്സിമം ചെല്ലാനായിട്ടും നമ്മൾ ആ ബോഡി പാർട്ടിന് വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെന്ന് അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി വാമപ്പ് ചെയ്യുന്നത്. നമ്മൾ എക്സസൈസിന് മുമ്പ് ചെയ്യുന്ന വാമപ്പുകൾ എന്ന് പറയുന്നത് ഡൈനാമിക് വാമപ്പ് മൂവ്മെന്റുകളായിരിക്കും. അതായത് നമ്മളുടെ ജോയിന്റുകളെ മൂവ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സസൈസിന് ശേഷം നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചസും നമ്മൾ ചെയ്യും. സ്റ്റാറ്റിക് സ്ട്രെച്ചസ് എന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്ന് പറഞ്ഞാലും നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വാമപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും എക്സസൈസ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി എല്ലാ ജോയിന്റ് റൊട്ടേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം ലെഗാണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിലും ലെഗിൻ്റെ വാമപ്പും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യാറുണ്ട്. അതുപോലെ ഫുൾ ബോഡി വാമപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡൈനാമിക് ആയിട്ടുള്ള നമ്മുടെ വാമപ്പുകൾക്ക് ശേഷം നമ്മൾ കുറച്ചു നേരം കാർഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കാർഡിയോ ചെയ്യുന്നത് കാർഡിയോ എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വാമപ്പ് എന്നുള്ള ബേസിസിൽ മാത്രം ബോഡി ഒന്ന് ഹീറ്റായി വരാനായിട്ട് നമ്മളൊരു എക്സസൈസ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ബോഡിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ കാർഡിയോ ചെയ്യുന്നത്. നിങ്ങൾ മാസ് ഗെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യാതൊരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് നേരം നിങ്ങൾ വാമപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മസിൽ ഗ്ലൈക്കോജൻ അതിനകത്ത് യൂസ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യാനായിട്ടും കാരണമാകും. അപ്പോൾ നിങ്ങൾ ഫാറ്റ് ലോസിൻ്റെ സമയത്താണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ആദ്യം വർക്കൗട്ട് വാമപ്പ് ഇല്ല കാർഡിയോ ചെയ്യുക എന്നുള്ളത് കുഴപ്പമില്ല. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് 1 മണിക്കൂർ കാർഡിയോ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ 1/2 മണിക്കൂർ മുമ്പും 1/2 മണിക്കൂർ ശേഷം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് കുഴപ്പമില്ല. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് വാമപ്പിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാർഡിയോ ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആൻഡ് പുൾ ഡൗൺ എക്സസൈസ് ആണ്. ഞാൻ ഡെമോൺസ്ട്രേഷൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ആദ്യം എന്തുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് ആൻഡ് പുൾ ഡൗൺ എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐസൊലേഷൻ, ബാക്കിന്റെ ഒരു ഐസൊലേഷൻ എക്സസൈസ് ആണ്. ബാക്ക് ഐസൊലേഷൻ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ജോയിന്റ് മൂവ്മെന്റ് ആണ്. നമ്മുടെ ബാക്കിനെ മാത്രം ടാർഗറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ ജോയിന്റ് മൂവ്മെന്റ് ആണ് സിംഗിൾ സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ പ്രീ എക്സോഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോട്ടോകോൾ ആണ്. നിങ്ങൾ ആദ്യം ഒരു ഐസൊലേഷൻ മൂവ്മെന്റ് വെച്ചിട്ട് നിങ്ങളുടെ ബാക്ക് മസിൽസിനെ മാക്സിമം ടാർഗറ്റ് ചെയ്തതിന് ശേഷം ഒരു കോമ്പൗണ്ട് ലിഫ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേനും ബെൻഡ് ഓവർ ബാർബൽ ഡ്രോ വരാം, അതുപോലെ സ്ട്രെയിറ്റ് ലാറ്റ് പുൾ ഡൗൺ വരാം, സിംഗിൾ ഹാൻഡ് ഡംബൽ ഡ്രോ വരാം. ഇതൊക്കെ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ജോയിന്റ് മൂവ്മെന്റ് ആണ്. ഒന്നിലധികം മസിൽ ഗ്രൂപ്പ് ഒരുപോലെ ആക്ടിവേറ്റ് ആകുന്ന മൂവ്മെന്റുകളാണ്. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ആൻഡ് പുൾ ഡൗൺ ആയിരിക്കും. ഇതിന്റെ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത് 15 റെപ്പിറ്റേഷൻസ് വെച്ചായിരിക്കും നമ്മൾ 3 സെറ്റ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരു 30 to 40 സെക്കൻഡ്സ് മാത്രമേ ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് 15ാമത്തെ റെപ്പിറ്റേഷനിൽ നിങ്ങൾ ഫെയിൽ ആകുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ്, അല്ലെങ്കിൽ 10 to 15 നിങ്ങൾ ഫെയിൽ ആകുന്ന രീതിയിലുള്ള വെയിറ്റ് വേണ്ട. അതൊരു നിങ്ങളുടെ ഒരു 70% 80% എഫേർട്ട് എടുക്കാൻ പാകത്തിനുള്ള ഒരു വെയിറ്റ് ആയിരിക്കണം നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ബാക്കിൽ നിന്ന് വാമപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. സോ സ്ട്രെയിറ്റ് ആൻഡ് പുൾ ഡൗൺ ചെയ്യുന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഞാനിപ്പോൾ വെയിറ്റ് ഒരുപാട് ഇട്ടിട്ടില്ല. ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ ചെസ്റ്റ് എപ്പോഴും അപ്പായിട്ട് തന്നെ ഇരിക്കണം. താഴത്തേക്ക് ഈ ബാർ കൊണ്ടുവന്ന ശേഷം നിങ്ങളുടെ ലോവർ ആബ്സിലേക്ക്, അതായത് നിങ്ങളുടെ ബെല്ലിയുടെ ലോവർ ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്ക് നന്നായിട്ട് സ്ക്യൂസ് ചെയ്യുക. ശേഷം അതുപോലെ തന്നെ കൈയുടെ ബെൻഡ് ശ്രദ്ധിച്ചോ. കൈ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ചെയ്ത് വെച്ചേക്കുമല്ല, എന്നതിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബെൻഡ് ആക്കി വെച്ചേക്കുമല്ല. ചെറിയൊരു ബെൻഡ് അവിടെ ഉണ്ടാവും. അതായത് ജോയിന്റ്സ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും. അതിനുശേഷം മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തലയൊന്ന് താഴത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ ബാക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചെസ്റ്റ് നിവർത്തി കൊടുക്കുക, ബാക്ക് നന്നായിട്ട് സ്ക്യൂസ് ചെയ്യുക. നേരെ മേലിലേക്ക് പോവുക, ബാക്ക് സ്ട്രെച്ച് ചെയ്യുക, താഴേക്ക് വരിക, സ്ക്യൂസ് ചെയ്യുക. ഇത് കണ്ടിന്യൂ ചെയ്യുക. ഇങ്ങനെ ഒരു 15 റെപ്പിറ്റേഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെൻഡ് ഓവർ ബാർബൽ റോ എന്ന് പറയുന്ന ബാക്ക് വർക്കൗട്ട്സിന്റെ തന്നെ ഒരു ലേജൻഡറി ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ബെൻഡ് ഓവർ ബാർബൽ റോ എന്ന് പറയുന്നത്. ബെൻഡ് ഓവർ ബാർബൽ റോ നിങ്ങൾ ചെയ്യാൻ പോകുന്നതും 4 സെറ്റ് ആയിരിക്കും. 12, 10, 8, 6 എന്നിങ്ങനെയായിരിക്കും നിങ്ങളുടെ റെപ്പിറ്റേഷൻ റേഞ്ച് എന്ന് പറയുന്നത്. ഈ 12ാമത്തെ റെപ്പിറ്റേഷനിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഒരു ഫസ്റ്റ് സെറ്റിൽ 12 റെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു വെയിറ്റ് എടുത്ത് 12 അടിക്കാന്നല്ല. 12ാമത്തെ റെപ്പിറ്റേഷൻ ആകുമ്പോഴത്തേനും നിങ്ങൾ ഫെയിലിയർ ആയിരിക്കണം. അതായത് 10 നിങ്ങൾ ഫെയിലിയർ ആയി, പിന്നെ ലാസ്റ്റത്തെ 2 റെപ്പിറ്റേഷൻ നിങ്ങൾ ഫോഴ്സ്ഡ് റെപ്സ് ആയിരിക്കണം അടിക്കേണ്ടത്. അതായത് നിങ്ങൾ കുറച്ച് ആഞ്ഞടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് ചീറ്റ് റെപ്സ് അടിച്ചു കഴിഞ്ഞാലോ കുഴപ്പമില്ല. ആ രീതിയിൽ ഫോഴ്സ്ഡ് റെപ്പിറ്റേഷൻ ആയിരിക്കണം നിങ്ങൾ 11ഉം 12ഉം റെപ്പിറ്റേഷൻ അടിക്കാനുള്ളത്. അതിനുശേഷം നെക്സ്റ്റ് സെറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് വീണ്ടും ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം 10 റെപ്പിറ്റേഷൻ അടിക്കുക. 10 അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് 2 കൂടെ അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 12 റെപ്പിറ്റേഷൻ തന്നെ ഇതിനും അടിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ എണ്ണം കൂട്ടി അടിക്കാൻ നോക്കാതെ നിങ്ങൾ വെയിറ്റ് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. പോസ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്. നിങ്ങളുടെ ബാക്ക് എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. ഈ ബാർബിൾ എടുത്തതിന് ശേഷം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഹിപ്പ് ആയിരിക്കണം ആദ്യം ബാക്കിലേക്ക് പോകേണ്ടത്. അതിനുശേഷം ബാർബിൾ നിങ്ങളുടെ മുട്ടിന്റെ താഴെ വന്നം നേരെ വയറിന്റെ അങ്ങോട്ട് റോ ചെയ്യുക. അതിനുശേഷം ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. 2, 3, 4, 5, 6. ഇങ്ങനെ 12 റെപ്പിറ്റേഷൻ വെച്ചിട്ടാണ് അടിക്കേണ്ടത്. 4 സെറ്റ് ആയിരിക്കണം നിങ്ങൾ ഇതിൽ അടിക്കേണ്ടത്. ഇത് നിങ്ങളുടെ ചെസ്റ്റിന്റെ സൈഡിലേക്കാണ് നിങ്ങൾ റോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ആക്ടിവേഷൻ വരാൻ പോകുന്നത് അപ്പർ ബാക്കിനായിരിക്കും. നമ്മളിപ്പോൾ റോ ചെയ്യുന്നത് നേരെ നിങ്ങളുടെ വയറിന്റെ ഏരിയയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലാറ്റ്സ്, അതായത് ഈ ലാറ്റ്സ് മസിൽസ്, നമ്മൾ വിങ്സ് എന്നൊക്കെ പറയുന്ന ലാറ്റ്സ് മസിൽസിലേക്കായിരിക്കും. നമുക്ക് നമ്മുടെ അടുത്ത വർക്കൗട്ടിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാറ്റ് പുൾ ഡൗൺ ആയിരിക്കും. ലാറ്റ് പുൾ ഡൗണിൽ നമ്മൾ ഗ്രിപ്പ് ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഡർ ഗ്രിപ്സുകൾ പിടിക്കുമ്പോഴായിരിക്കില്ല നമുക്ക് ലാറ്റ്സിലേക്ക് കൂടുതൽ ആക്ടിവേഷൻ വരുന്നത്. ലാറ്റ് പുൾ ഡൗണിൽ എപ്പോഴും നിങ്ങൾ ക്ലോസ് ഗ്രിപ്പ് പിടിക്കുമ്പോഴായിരിക്കും ലാറ്റ്സിലേക്കുള്ള ആക്ടിവേഷൻ കൂടുന്നത്. വൈഡർ ഗ്രിപ്സിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അപ്പർ ബാക്കിലേക്കായിരിക്കും കൂടുതൽ ആക്ടിവേഷൻ വരുന്നത്. സോ ലാറ്റ് പുൾ ഡൗണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അണ്ടർ ഹാൻഡ് ഗ്രിപ്പും അതുപോലെ തന്നെ ഇച്ചിരി കുറച്ച് ക്ലോസ് ഗ്രിപ്പും ആയിരിക്കും നമ്മളിവിടെ പിടിക്കാൻ പോകുന്നത്. ഇതിന്റെ റെപ്പിറ്റേഷൻ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ 8 റെപ്പിറ്റേഷൻ വെച്ചായിരിക്കും ചെയ്യുന്നത്. 8 റെപ്പിറ്റേഷൻ വെച്ച് 4 സെറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഈ 8 റെപ്സ് എന്ന് പറയുമ്പോൾ 6 റെപ്സ് ആകുമ്പോഴത്തേനും നിങ്ങൾ ഓൾറെഡി മടുക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ആയിരിക്കും സെറ്റ് ചെയ്യേണ്ടത്. ഈ 6 റെപ്സിന് ശേഷം ലാസ്റ്റ് ഉള്ള 2 റെപ്പിറ്റേഷൻസ് ഫോഴ്സ് റെപ്സ് അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സപ്പോർട്ടിന് വേണ്ടി ഒരാളെ കൂടെ നിർത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനറുടെ സപ്പോർട്ട് തേടി നിങ്ങൾ ലാസ്റ്റത്തെ ഒരു 2 റെപ്സ് ഫോഴ്സ് റെപ്സ് ആയിട്ട് അടിക്കുന്നതായിരിക്കും എപ്പോഴും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അങ്ങനെ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു മസിൽ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. സോ നമ്മളിവിടെ പിടിക്കാൻ പോകുന്നത് ക്ലോസ് ഗ്രിപ്പ് ആയിരിക്കും. 8 റെപ്സ് ആകുമ്പോൾ ഫെയിൽ ആവുന്ന ഒരു വെയിറ്റ് സെറ്റ് ചെയ്യുക. ആ ഒരു സെയിം വെയിറ്റ് തന്നെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ 4 സെറ്റ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുമ്പം ഈ ലാറ്റ് പുൾ ഡൗണിലെ ഈ 8 റെപ്സ് എന്നുള്ള ഈ കൗണ്ട് നിങ്ങൾക്ക് ഒരു പ്ലേറ്റും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ 2 പ്ലേറ്റും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 4 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊരു 10-20 കിലോയൊക്കെ ഈ വെയിറ്റിനകത്ത് നിങ്ങൾക്ക് പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റും. സോ 1 വീക്ക് ഫുള്ള് നമ്മൾ ലാറ്റ് പുൾ ഡൗൺ ചെയ്യാൻ പോകുന്നത് സെയിം വെയിറ്റ് തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടായിരിക്കും. സോ ഹാൻഡ് ക്ലോസ് ഗ്രിപ്പ് പിടിക്കുക, നീസ് ലോക്ക് ചെയ്യുക, സ്ലൈറ്റ് ആയിട്ട് ബാക്കിലേക്ക് ബെൻഡ് ഓവർ ചെയ്യുക, എന്നിട്ട് ചെസ്റ്റിന് നടുക്കേക്ക് വലിക്കുക, ഫുൾ സ്ട്രെച്ച് ചെയ്യുക, സ്ക്വീസ്, സ്ട്രെച്ച്. 3, ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഹാൻഡ് ഡംബൽ റോ ആണ്. സിംഗിൾ ഹാൻഡ് ഡംബൽ റോയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് 12 റെപ്പിറ്റേഷൻസ് വെച്ചായിരിക്കും. 12 റെപ്സ് വെച്ചിട്ട് 4 സെറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 റെപ്പിറ്റേഷൻ വെച്ച് 4 സെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സെറ്റിലും നിങ്ങൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം, പക്ഷേ റെപ്പിറ്റേഷനുകളുടെ എണ്ണം കുറയ്ക്കരുത്. സോ മാക്സിമം 12 തന്നെ അടിക്കാൻ പറ്റുമോ നോക്കുക, പക്ഷേ മാക്സിമം വെയിറ്റ് കൂട്ടി കൊണ്ടുവരിക. സോ നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം മാക്സിമം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്.
12 റെപ്പിറ്റേഷൻ വെച്ച് 4 റെപ്സ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ 20 എടുക്കുന്നതെങ്കിൽ അടുത്ത 22 25 എടുക്കുക, പിന്നെ 30 എടുക്കുക, 35 എടുക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ 12 തന്നെ അടിക്കാൻ പറ്റണമെന്നില്ല, എന്നാലും സ്റ്റിൽ 12 അടിക്കാൻ പാകത്തിന് ട്രൈ ചെയ്ത് നോക്കുക. സിംഗിൾ ഹാൻഡ് ഡംബൽ റോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എടുക്കുക, ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത്, സ്ട്രൈറ്റ് ബാക്ക് ആയിരിക്കണം, സ്പൈൻ കറക്റ്റ് ആയിട്ട് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ നോർമലി ഒരു ചെറിയ ഹിപ്പ് ഹിഞ്ച് ചെയ്യുക. അതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. അതായത് ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ബാക്ക് സ്ക്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിനുശേഷം വെയിറ്റ് എടുത്തതിന് ശേഷം ബാക്ക് പോക്കറ്റിന് അങ്ങോട്ട് റോ ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. വെയിറ്റ് താഴെ തട്ടാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവുക, ബാക്ക് പോക്കറ്റിന് അങ്ങോട്ട് റോ ചെയ്യുക. സ്ട്രെച്ച് സ്ട്രെച്ച്. ഇത് 12 റെപ്പിറ്റേഷൻ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിലും ഇൻ ബിറ്റ്വീൻ ഇതിനിടയ്ക്ക് റെസ്റ്റ് ഒന്നും എടുക്കരുത്, ഓപ്പോസിറ്റ് സൈഡിലും 12 റെപ്പിറ്റേഷൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, അടുത്ത് ബൈസെപ്സിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് പ്രീച്ചർ കേൾസ് ആണ്. പ്രീച്ചർ കേൾസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഹാൻഡും അതുപോലെ തന്നെ ഡബിൾ ഹാൻഡും ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരു സെറ്റിനകത്ത് തന്നെ നമ്മൾ സിംഗിൾ ഹാൻഡ് വെച്ച് ചെയ്യും, ഡബിൾ ഹാൻഡ് വെച്ച് ചെയ്യും. ആദ്യത്തെ കൈക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് 10 റെപ്പിറ്റേഷൻ, ഇങ്ങനെ 10 റെപ്പിറ്റേഷൻസ് ഒരു കൈ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുക. അതിനുശേഷം അത് ചെയ്തതിന് ഉടനെ തന്നെ റെസ്റ്റ് ഇല്ലാതെ മറ്റേ കൈ ഉപയോഗിച്ചും 10 റെപ്പിറ്റേഷൻസ് ഇവിടെയും ചെയ്യുക. അങ്ങനെ 2 കൈ ഉപയോഗിച്ചും 10 റെപ്പിറ്റേഷൻ ചെയ്തതിന് ശേഷം ഇൻ ബിറ്റ്വീൻ റെസ്റ്റ് ഒന്നും ഇല്ലാതെ അപ്പോൾ തന്നെ 2 കൈ ഉപയോഗിച്ച് ചെയ്യുക. അതിന് വെയിറ്റ് നിങ്ങൾക്ക് സ്ലൈറ്റ് ആയിട്ട് അവിടെ ഒന്ന് കൂട്ടാവുന്നതാണ്. ഫുള്ള് സ്ക്വീസ് ചെയ്യുക, താഴത്തേക്ക് കൈ ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഓൾ ദ വേ അപ്പ് ആൻഡ് സ്ക്വീസ്, ദെൻ ഓൾ ദ വേ ഡൗൺ. താഴേക്ക് ഫുള്ള് സ്ട്രെച്ച് ചെയ്യുക. 3 4 5 ഇങ്ങനെ 10 റെപ്പിറ്റേഷൻ അടിച്ചതിന് ശേഷം എഴുന്നേറ്റിട്ട് നിങ്ങൾ അതേ സെയിം ബെഞ്ചിൽ തന്നെ ഉപയോഗിച്ചിട്ട് പുഷപ്പ് പോലെ താഴത്തേക്ക് വരിക. മുകളിൽ കൊണ്ടുവന്ന് ബൈസെപ്സ് കണ്ടോ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വരിക, ബൈസെപ്സ് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം സ്ട്രെച്ച് കൂടെ ചെയ്യുക. അപ്പോൾ മാക്സിമം ബൈസെപ്സിലേക്ക് പമ്പും കിട്ടും, ബൈസ് നല്ല രീതിയിൽ സ്ട്രെച്ചും ആവും. ബൈസെപ്സിന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് എക്സസൈസ് റിവേഴ്സ് കേൾസ് ആണ്. നിങ്ങളുടെ ബ്രാക്കിയോറേഡിയൽസിനും അതുപോലെ ഔട്ടർ സൈഡ് ബൈസെപ്സിനും കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ബെനിഫിഷ്യൽ ആയിട്ടുള്ള എക്സസൈസ് ആണിത്. സോ നമ്മൾ ചെയ്യുന്നത് കേബിളിലാണ്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ടെൻഷൻ നിങ്ങളുടെ ബൈസെപ്സിൽ തന്നെ നിൽക്കാനായിട്ട് ഈ കേബിൾ കേൾസ് ഹെൽപ്പ് ചെയ്യും. കേബിളിൽ നമ്മൾ ബൈസെപ്സിന്റെ ചെറിയ ബാർ ഇടുക, അതിനുശേഷം കൈ തിരിച്ചു പിടിക്കുക. അതിനുശേഷം തമ്പ് കൈയുടെ ഈ ബാറിന്റെ മേളിലായിരിക്കണം, അതായത് ഓവർ ഹാൻഡ് ഗ്രിപ്പ് എന്ന് പറയും. തമ്പ് മേളിൽ പിടിക്കുക, മേളിലേക്ക് നല്ല സ്ക്വീസ് ചെയ്യുക, ഫുൾ സ്ട്രെച്ച്, സ്ക്വീസ്, ഫുൾ സ്ട്രെച്ച്. ഇങ്ങനെ 12 റെപ്പിറ്റേഷൻ, 16 12 10 8 ഇങ്ങനെയാണ് ഇതിന്റെ റെപ്പിറ്റേഷൻ റേഞ്ച് വരുന്നത്. സ്ക്വീസ്, സ്ട്രെച്ച്. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക. ഫസ്റ്റ് സെറ്റിൽ 16 അടിക്കുക, പിന്നെ 12, പിന്നെ 10 8. സോ ഇതായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ബാക്ക് ആൻഡ് ബൈസെപ്സ് വർക്കൗട്ട്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ബാക്ക് ആൻഡ് ബൈസെപ്സ് വർക്കൗട്ട് മാസ് ഗെയിനിങ് വർക്കൗട്ട് അതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് ആൻഡ് ട്രൈസെപ്സ്, പിന്നെ അതിൻ്റെ കൂടെ ഷോൾഡേഴ്സ് ആയിരിക്കും. പിന്നെ അടുത്ത എപ്പിസോഡിൽ ലെഗ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എന്ത് പറഞ്ഞാലും ഇവിടെ നമ്മൾ 6 വർക്കൗട്ടുകളാണ്. ബാക്കിന് 4 വർക്കൗട്ടും ബൈസെപ്സിന് 2 വർക്കൗട്ടും ചെയ്തു. ഇത് പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള വർക്കൗട്ട് പ്ലാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ റൈറ്റിംഗ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ യു ഗൈസ് ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്.